ഞാൻ ഡോക്ടർ പി കെ ശശിധരൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത മെഡിസിൻ വിഭാഗം മേധാവി. ഇപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വൈറ്റമിൻ ഡിയെ പറ്റിയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെ വ്യാപകമാണെന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലുള്ളപ്പോഴുള്ള ഒരു പഠനമാണ്. ഇത് വളരെ വ്യാപകമാണ് എന്നുള്ള യാഥാർത്ഥ്യം അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഇപ്പോഴും വ്യക്തമായ ധാരണ ഇല്ലാണ്ടാവുകയാണ്. വൈറ്റമിൻ ഡി നമ്മൾ സൂര്യപ്രകാശം കിട്ടിയതുകൊണ്ട് മാത്രം ആവശ്യത്തിന് കിട്ടുകയില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യപ്രകാശം കൊണ്ടാലും ആർക്കും വൈറ്റമിൻ ഡി ആവശ്യത്തിന് കിട്ടുകയില്ല. അപ്പോൾ എന്തൊക്കെ വേണം വൈറ്റമിൻ ഡി കിട്ടാൻ? ആദ്യമായി വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണം 3 നേരവും, ഏറ്റവും കുറഞ്ഞത് ദിവസത്തിൽ 1 നേരമെങ്കിലും നമ്മൾ കഴിച്ചു എന്ന് ഉറപ്പാക്കണം. വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇറച്ചി, മീൻ, മുട്ട, തൈര്, മഷ്റൂം, കൂണ്, ഇത്രയും സാധനങ്ങൾ മാത്രമാണ് വൈറ്റമിൻ ഡി ഉള്ളത്. ഇത് പതിവായി കഴിക്കുന്ന ഒരു ശീലമുണ്ടാവണം, ഒന്നാമത്തെ കാര്യം. ഇനി വൈറ്റമിൻ ഡി നമ്മുടെ ഭക്ഷണത്തിലുണ്ടെങ്കിലും അത് നേരാവണ്ണം പ്രവർത്തിക്കാൻ പറ്റിയ വിധത്തിൽ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറയും. അത് നടക്കുന്നത് നമ്മളെ കരളിലും വൃക്കകളിലുമാണ്. അപ്പോൾ നേരാവണ്ണം കരൾ പ്രവർത്തിക്കണം, വൃക്കകളും പ്രവർത്തിക്കണം. കരൾ നേരാവണ്ണം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ വൈറ്റമിൻ ഡിയെ പ്രവർത്തിക്കാൻ പറ്റിയ രൂപത്തിലാക്കിയെടുക്കുകയുള്ളൂ. 25 ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയും. അപ്പോൾ കരൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ തടി കൂടുതലുണ്ടാവരുത്, അല്ലെങ്കിൽ മറ്റ് കരൾ രോഗങ്ങൾ ഉണ്ടാവരുത്. കരൾ രോഗങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും തടി കുറവുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതും പോരാ, നമ്മളെ വൃക്കകളും നേരാവണ്ണം പ്രവർത്തിക്കണം. വൃക്കകളുടെ പ്രവർത്തനം മോശമായാലും ഈ വൈറ്റമിൻ ഡിനെ അടുത്ത സ്റ്റെപ്പ് ആക്ടിവേഷൻ നടക്കുകയില്ല. 1 ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയും. വൃക്കകളുടെ പ്രവർത്തനമാണെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മളെ രാജ്യത്ത് പെരുകി വരുന്ന ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കാരണം വൃക്കകളുടെ അസുഖം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് വൃക്കകളിൽ വെച്ചിട്ട് ഇതും ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ 2 സ്റ്റെപ്പും നേരാവണ്ണം നടന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടുകയുള്ളൂ. ഇനി വൃക്കകളിൽ വെച്ചുള്ള വൈറ്റമിൻ ഡിയുടെ ആക്ടിവേഷൻ നടക്കണമെങ്കിൽ ആവശ്യത്തിന് മഗ്നീഷ്യം കിട്ടണം. ഈ മഗ്നീഷ്യം കിട്ടണമെങ്കിൽ 3 നേരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി കഴിക്കണം. 3 നേരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണം. വൈറ്റമിൻ ഡി ഉള്ള ഒരു ഭക്ഷണം കഴിക്കണം. ലിവറിനും വൃക്കകൾക്കും കേടുണ്ടാവരുത്. ഇതെല്ലാം ഒന്നിച്ച് വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അത്യാവശ്യമെങ്കിലും വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ഒരാൾക്ക് മാത്രമേ സൂര്യപ്രകാശം കിട്ടിയാലും വൈറ്റമിൻ ഡിയുടെ ഗുണം കിട്ടുകയുള്ളൂ. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കിട്ടുമ്പോൾ കുറച്ച് അധികമായിട്ട് ഉൽപ്പാദിക്കപ്പെടും. അതേസമയത്ത് ഈ ഭക്ഷണമൊന്നും കഴിച്ചില്ല എങ്കിൽ സൂര്യപ്രകാശം കൊണ്ടാലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയില്ല. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി പോലും ലിവറിലും കിഡ്നിയിലും വെച്ച് ആക്ടിവേറ്റ് ചെയ്യണം. അവിടെയും വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണം. ലിവറിനും കിഡ്നിക്കും ഒന്നും രോഗങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് വ്യാപകമാവാൻ കാരണം നമ്മളെ ഭക്ഷണത്തിലെ തെറ്റുകളും പെരുകി വരുന്ന കരൾ രോഗങ്ങളും വൃക്ക രോഗങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിന് പകരം സൂര്യപ്രകാശം കൊള്ളാൻ പറയും, വൈറ്റമിൻ ഡി കൊടുക്കും. ഇത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതശൈലിയൊക്കെ മാറ്റി ഭക്ഷണം ശരിയായ രീതിയിൽ ക്രമീകരിച്ച് സമീകൃതാഹാരം കഴിച്ച് തടി കുറച്ച് വൃക്കകളുടെയും കരളിൻ്റെയും അസുഖം വരാതെ നോക്കി അത് കഴിഞ്ഞ് സൂര്യപ്രകാശം കൊണ്ടാൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടും. ഇതുകൊണ്ട് തന്നെയാണ് ഏത് രോഗം എടുത്താലും അവരുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്, കുറവ് കാണുന്നു. പ്രമേഹം എടുത്താലും പ്രഷർ എടുത്താലും ഹൈപ്പർ ടെൻഷൻ മറ്റു രോഗങ്ങൾ എടുത്താലും ഓട്ടോഇമ്യൂൺ ഡിസീസ് എടുത്താലും എല്ലാ രോഗങ്ങളിലും എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ കാരണം ഇതിൻ്റെ എല്ലാം ചേർന്നുള്ള ഒരു പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിന് പകരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനിൽ മാത്രം ഒതുങ്ങുകയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ എന്നുള്ള പ്രവൃത്തികൾ. യഥാർത്ഥത്തിൽ വേണ്ടത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ കൂടുതലായി പോരുത്. ഈ 60,000 യൂണിറ്റ് വെച്ച് വൈറ്റമിൻ ഡി പതിവായിട്ട് കഴിക്കുന്നത് നല്ല ശീലമല്ല. മാക്സിമം പോയാൽ 1000 മുതൽ 2000 യൂണിറ്റ് വരെ കഴിക്കാം. അവിടെയും വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ അതിനോടൊപ്പം ശരിയായ രീതിയിൽ മറ്റ് ഭക്ഷണം കിട്ടണം. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണം, മഗ്നീഷ്യം കിട്ടണം. ലിവറിനും കിഡ്നിക്കും ഒന്നും കേടുണ്ടാവരുത്. അതുകൊണ്ട് അതും കൂടി അതിൻ്റെ ഒപ്പം നടന്നാലേ വൈറ്റമിൻ ഡി കൊടുത്താലും അത് വേണ്ട വിധത്തിൽ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയണം.